ഓക്കെ, അപ്പോ കഴിഞ്ഞ ദിവസത്തൊക്കെ വായിച്ചു നോക്കിയിരുന്നോ? നമ്മള് എവിടെ വരെ എടുത്ത് നിർത്തിയത്? മൈക്രോസോഫ്റ്റ് വേഡ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ? ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് അതിന്റെ മൈക്രോസോഫ്റ്റ് വേഡില് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ഒരു അവിടുത്തെ മൈക്രോസോഫ്റ്റ് വേഡിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സിലെ മറ്റുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് കഴിഞ്ഞു അല്ലെ? ആ ഒരു ഇതുവരെയാണ് എടുത്ത് നിർത്തിയത്. സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ? മൈക്രോസോഫ്റ്റ് വേഡിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതില് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞായിരുന്നു ആർക്കും അല്ലെ, ഒരു സ്റ്റാർട്ട് ബിഗിനിങ് ഉള്ള വ്യക്തികൾക്ക് പോലും അത് യൂസ് ചെയ്യാൻ എളുപ്പമാണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള കുറെ പ്രൊവിഷൻസ് അത് അതിന്റെ ഫീച്ചേഴ്സ് തന്നെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ കണ്ടത്. അതിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻ. ഇൻ കേസ് നമ്മൾ ഒരു ഡോക്യുമെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്പെല്ലിംഗിലെ വേരിയേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനൊക്കെ ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. വേർഡ് കൺസിസ്റ്റ് ഓഫ് ബിൽഡ് ഇൻ എ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്കിംഗ് ടൂൾസ് ടു മേക്ക് യൂസേഴ്സ് ഐഡന്റിഫൈ ആൻഡ് കറക്റ്റ് എറേഴ്സ് അല്ലെ? എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ഗ്രാമാറ്റിക്കലി സ്പെല്ലിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് അത് കറക്റ്റ് ആക്കി എടുക്കാനായിട്ടും നമുക്ക് എന്ത് സഹായിക്കുന്നു? വേർഡ് പ്രോസസ്സിംഗിന്റെ പ്രൊവിഷൻസുകൾ സഹായിക്കുന്നു എന്നുള്ളതാണ്. Then it underlines misspelled words and suggested corrections which ensure the accuracy of written content. തീർച്ചയായിട്ടും ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് മിസ്സ്പെൽഡ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട് എങ്കിൽ എന്താണ് അതിന്റെ അണ്ടർലൈൻ ചെയ്ത് കാണിക്കുക അല്ലെ? അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വേർഡ് മീനിങ്ങോട് കൂടിയിട്ടുള്ള വേർഡ്സ് അത് കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ബോക്സിലൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിച്ചു തരും. സോ അതിൽ നിന്ന് നമുക്ക് തന്നെ സെലക്ട് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ദെൻ ആക്യുറസിയോട് കൂടിയിട്ട് അല്ലെ, കൃത്യതയോട് കൂടിയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെ, ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. കാരണം എന്തുകൊണ്ട് അതിന് പ്രധാനമായിട്ടും നമുക്ക് സംഭവിക്കാൻ ചാൻസ് ഉള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും അല്ലെ, അതിന്റെ ഗ്രാമർ മിസ്റ്റേക്കുകളൊക്കെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കൊണ്ടുവരാം അല്ലെ? അതില് തീർച്ചയായിട്ടും അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റെപ്പും കൂടി പ്രൊവിഷനും കൂടി അവിടെ കറക്റ്റ് ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ അല്ലെ? സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻ ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ അല്ലെ? നെക്സ്റ്റ് ഇതിലേക്ക് പോകാലോ. ഓക്കെ അല്ലേ? ഫിഫ്ത്ത് പോയിന്റ് ഓക്കെ ആണോ? ഓണാക്കി വെച്ചിട്ട് നിങ്ങൾ മുങ്ങിയോ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നോക്കാം എന്താണ് ഇൻസേർട്ടിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ് അല്ലെ? അവിടെ എന്താണ് എന്തെങ്കിലും കൂടുതൽ അല്ലെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. യൂസേഴ്സ് ക്യാൻ ഇൻസേർട്ട് ഡിഫറെന്റ് ഒബ്ജക്ട്സ് ഇൻ ടു ദെയർ ഡോക്യുമെന്റ്സ് ലൈക്ക് ഇമേജസ്, ഷേപ്സ്, ചാർട്ട്സ് ആൻഡ് ടേബിൾസ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ ഡോക്യുമെന്റിൽ ഉൾക്കൊള്ളിക്കണം അല്ലെ? ഇൻ കേസ് നമ്മുടെ മുമ്പിലുള്ള ടെംപ്ലേറ്റിൽ നിന്നും നമുക്കറിയാം നമുക്ക് അനുയോജ്യമായിട്ടുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് ചിലപ്പോൾ കോളംസ് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ അതിലുള്ള ഷേപ്പുകൾക്കൊക്കെ വേരിയേഷൻ ആയിട്ടുള്ള ഷേപ്പുകളൊക്കെ മാറ്റി കൊടുക്കണമെന്ന് നമുക്ക് ഉണ്ടാവാം, ചാർട്ടുകൾ ഉൾപ്പെടുത്തണമെന്നുണ്ടാവാം അല്ലെ? എന്തെങ്കിലുമൊക്കെ ഇമേജുകൾ നമ്മൾ കൂട്ടിച്ചേർക്കണമെങ്കിൽ അതിനുള്ള പ്രൊവിഷനും അവിടെ ഉണ്ട് അല്ലെ? തീർച്ചയായിട്ടും നമുക്ക് കൃത്യമായിട്ട് തന്നെ അതിൽ നിന്ന് എത്ര ടേബിൾ എത്ര കോളം വേണം, അല്ലെങ്കിൽ ഇന്ന ചാർട്ടയിൽ ഉൾപ്പെടുത്തണം, ഇന്ന ഷേപ്പിലാക്കണം. ഓക്കെ, അതിനനുസരിച്ചിട്ടുള്ള അല്ലെ തീർച്ചയായിട്ടും അത് തന്നിരിക്കുന്ന ആ ഒരു രീതി നമുക്ക് എന്താണോ റിവ്യൂവിൽ കാണിച്ചു തരുന്നത് അതനുസരിച്ചിട്ട് നമുക്കത് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. പെർമിറ്റ്സ് resizing, positioning and formatting of these objects, making it easy to improve the visual appeal of a document. Okay, നമുക്കറിയാം ഇപ്പോ എല്ലാവർക്കും തിരക്കാണ് അല്ലെ?
അപ്പൊ ഒരു ഡോക്യുമെന്റ് ഒരുപാട് നമ്മളൊക്കെ എന്താണ് വായിച്ച് മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സമയക്രമം ഒന്നും ആരുടെ കയ്യിലും ഉണ്ടാവില്ല. സോ അതൊക്കെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അറേഞ്ച് ചെയ്യുക, അതാണ് പ്രധാനമായിട്ടും എല്ലാവരും അല്ലെ സെലക്ട് ചെയ്യുന്ന രീതി. കാരണം എന്താണ് അപ്രീസിയേഷൻ അല്ലെ, അതിന്റെ ആ ഒരു ഫസ്റ്റ് അപ്രീസിയേഷനിൽ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റണം. ആ ജസ്റ്റ് ഒരു ടേബിൾ കണ്ട അല്ലെങ്കിൽ ആ പിക്ചർ കണ്ട ആ പിക്ചറിലേക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, അവിടെ ബുള്ളറ്റ് എന്തെങ്കിലും ഒക്കെ കൃത്യമായിട്ട് സൈസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ ശ്രദ്ധ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. സോ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള രീതിയിലേക്ക് ആക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ ഓപ്ഷൻസും എന്തിലുണ്ട്, വേർഡ് പ്രോസസ്സിംഗിൽ ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. വേർഡ് പെർമിറ്റ്സ് resizing, positioning and formatting of these subjects, making it easy to improve the visual appealing of a document. ഡോക്യുമെന്റിന്റെ അത്തരത്തിലുള്ള വിഷ്വൽ ആയിട്ട് അല്ലെ നമുക്ക് ഗ്രഹിക്കത്തക്ക വിധത്തിൽ ഒരു വിഷ്വലൈസേഷൻ കിട്ടത്തക്ക വിധത്തിൽ ദൃശ്യാവതരണത്തോടു കൂടി ഇതിനെ മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് പ്രാക്ടിക്കലാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്, ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യില് യെസ് കറക്റ്റ് ആയാലാണ്. പ്രാക്ടിക്കലി നിങ്ങൾക്ക് നോളജ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണ്. ഓൾമോസ്റ്റ് നിങ്ങളിപ്പോ അല്ലെ ഒരു മിക്കവാറും എല്ലാവരുടെ കൈവശം അല്ലെങ്കിൽ എന്താണ് കമ്പ്യൂട്ടറിൻ്റെതായിട്ടുള്ള ഒരു യൂസേജുകൾ ഇപ്പോ ടാബും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ടാവാം അല്ലെ. ഇപ്പൊ എനിവേ നമുക്ക് അറിയില്ല എങ്കിൽ കൂടി ഈ ഒരു ചാപ്റ്റർ വെച്ചുകൊണ്ട് പ്രാക്ടിക്കലി നിങ്ങൾ നോളജ് സമ്പാദിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പ്രാക്ടിക്കലി നേടേണ്ട കാര്യം തന്നെയാണ്. ജസ്റ്റ് എന്താണ് ആ നോളജ് ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ ഇത് ഇപ്പൊ എന്താണ് പറയുക, ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ ഹോസ്പിറ്റലിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഹോസ്പിറ്റലിൽ എന്ത് ഡ്യൂട്ടിയാണോ പ്രവേശിക്കുന്നത് അവിടെ ആ സിസ്റ്റം അല്ലെ, അവിടെ കമ്പ്യൂട്ടറിൽ നമ്മൾ എന്താണ് ഫോളോ ചെയ്യുന്നത് അല്ലെ, അവിടുത്തെ സോഫ്റ്റ്വെയർ എന്താണ്, ആ സോഫ്റ്റ്വെയർ എന്താണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് പോകും. തീർച്ചയായിട്ടും നമുക്കറിയാം ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ കൈകാര്യം ചെയ്യേണ്ടത് വരുന്നത് കൊണ്ട് തന്നെ അല്ലെ, ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്താണ് ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റലില് ഇതിന്റെ അല്ലെ ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റലിൽ നമ്മൾ അറിയേണ്ട വശങ്ങളെ കുറിച്ചിട്ട് ഇവിടെ വീണ്ടും നമുക്ക് അവിടെ പറഞ്ഞു തരുന്നുണ്ട്. പ്രാക്ടിക്കലി നോളജ് നിങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. തിയറിറ്റിക്കൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇവിടുന്ന് അല്ലെ ലഭ്യമാകുന്ന. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ അല്ലെ ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടോ, പ്രാക്ടിക്കൽസ് ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ള നിർവാഹം ഞങ്ങളുടെ കയ്യിലില്ല. സോ എന്താണ് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ സമ്പാദിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മാനേജ്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, എനിവേ എന്താണ് നമ്മളിപ്പോ ഓൾമോസ്റ്റ് മനസ്സിലാക്കി, ഇപ്പൊ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു സംഗതിയാണ് അല്ലെ, പ്രാക്ടിക്കലി ഇത് പഠിച്ചു പോകുന്നതാണ്. എനിവേ പിന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞ മാത്രമേ എവിടെയെങ്കിലും നമ്മൾ സ്റ്റാർട്ടപ്പ് ആയിട്ട് ചെല്ലുമ്പോഴാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഫോളോ ചെയ്യുന്ന ഒരു രീതി കുറച്ച് നാൾ കൊണ്ട് അല്ലെ കുറച്ച് ദിവസം കൊണ്ട് അത് നേടിയെടുക്കും. കാരണം നമ്മൾ അത് വീണ്ടും യൂസ് ചെയ്ത് അത് തന്നെ ക്യാച്ച് ചെയ്യും. പക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അതുകൊണ്ടാണ് ബിഗിനേഴ്സിന് വരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ അത് മൗസ് വെച്ചിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ കൃത്യമായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ അവിടെ ക്ലിയർ ചെയ്ത് ബോക്സിൽ കാണും. അതനുസരിച്ചിട്ട് നമുക്ക് വെരിഫിക്കേഷൻ ഒക്കെ കൈകാര്യം ചെയ്യാനൊക്കെ അല്ലെ ആ ഒരു ഫോർമാറ്റിനൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഹോസ്പിറ്റലിൽ ഇത് യൂസ്ഫുൾ ആണ്. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം ലെറ്റേഴ്സും ഡോക്യുമെന്റ്സും ഒക്കെ തയ്യാറാക്കുമ്പോഴൊക്കെ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്യാനും അല്ലെ അവിടെ വിഷ്വൽ അപ്പീൽ ഓഫ് ഡോക്യുമെന്റ് അല്ലെ അത് നല്ല വിഷ്വലൈസേഷൻ കിട്ടത്തക്ക വിധത്തിൽ അല്ലെ ദൃശ്യ അവതരണ രീതിയിൽ നമുക്ക് ആ ഡോക്യുമെന്റിനെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ടുള്ള പ്രൊവിഷനൊക്കെ വേർഡ് പ്രോസസ്സിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് നോക്കാറുള്ളത് ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ്. ഓക്കെ അല്ലേ, 6th പോയിന്റ് ഓക്കെ അല്ലേ, ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്താണ് ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ് അല്ലെ. Where provides a wide range of templates and themes for various document types, including resume, letters, flyers, and more. These templates offer pre-designed layout and formatting that save time and effort for users. അതായത് നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ അല്ലെ അവിടെ ഒരു തീർച്ചയായിട്ടും നമുക്കൊരു മോഡൽ ഉണ്ടെങ്കിൽ ആ മോഡൽ അനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പമാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള നേരത്തെ കൂട്ടിയുള്ള ടെംപ്ലേറ്റ്സുകളൊക്കെ അവിടെ ഉണ്ട്, എവിടെ വേർഡ് പ്രോസസ്സിംഗിൽ സേവ് ചെയ്തിട്ട് ഓൾറെഡി ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന്
നമുക്ക് അനുയോജ്യമായതിനെ അല്ലെ മോഡിഫിക്കേഷൻ ഒക്കെ നടത്തിയിട്ട് നമുക്ക് കൈകാര്യം ചെയ്തെടുത്താൽ മതിയാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അല്ലെ വേരിയസ് ഡോക്യുമെന്റ് ടൈപ്സ് ഇൻക്ലൂഡിങ് റെസ്യൂമുകള്, ലെറ്ററുകള്, ഫയേഴ്സ് ആൻഡ് ടിക്കറ്റ് അല്ലെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫോർമാറ്റുകൾ അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തിട്ട് മോഡിഫിക്കേഷൻ വരുത്തിയാൽ മാത്രം മതിയാവും അല്ലെ. These templates offer pre-designed layouts and formatting that save time and effort for users. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം അല്ലെ, പുതിയത് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്തെടുക്കാം. കാരണം അധികം സമയമില്ലാതെ തന്നെ അധികം എഫേർട്ട് ഇല്ലാതെ തന്നെ ആ ഫോർമാറ്റിനെ ഒന്ന് ചേഞ്ചസ് അല്ലെ വരുത്തിയാൽ മതിയാവും, മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തിയാൽ മതിയാവും. അപ്പൊ നമ്മുടെ ടൈം ഒന്നും വേസ്റ്റ് ആക്കാതെ തന്നെ നമുക്ക് അതുകൊണ്ട് യൂസേജ് നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, അതിന്റെ ഒരു ഫോർമാറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതില് കൃത്യമായിട്ട് കാണാൻ കഴിയും അല്ലെ, ഓരോ നമ്മളും കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. മൗസ് കൊണ്ടുവന്ന് എവിടെ ക്ലിക്ക് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് തന്നെ ഓരോന്നും കാണിച്ചു തരും. അതിനനുസരിച്ചിട്ട് നമുക്ക് അല്ലെ റൂളറിൽ അതിൽ കാണിച്ചു തരുന്നതനുസരിച്ചിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? മൈക്രോസോഫ്റ്റ് വേർഡ് അതിന്റെ ഫീച്ചേഴ്സുകൾ ഒക്കെ അല്ലേ? 7 ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഹോസ്പിറ്റലിലെ ആപ്ലിക്കബിലിറ്റിനെ കുറിച്ചിട്ടാണ്. ഹോസ്പിറ്റലിൽ ഇതിന്റെ യൂസേജ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു 6 യൂസേജ് പറയുന്നുണ്ട്. നോക്കാം. ഫസ്റ്റ് വൺ പേഷ്യന്റ് റെക്കോർഡ്. ഓക്കെ, മൈക്രോസോഫ്റ്റ് വേർഡ് പെർമിറ്റ്സ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ടു ആൻഡ് കീപ് ഇലക്ട്രോണിക് പേഷ്യന്റ് റെക്കോർഡ്സ് അല്ലെ. അവിടെ എന്താണ്, തീർച്ചയായിട്ടും നമുക്കറിയാം ഇലക്ട്രോണിക് പേഷ്യന്റ് റെക്കോർഡ്സ്, നമുക്ക് പേഷ്യന്റിന്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ. എല്ലാം തന്നെ ഇലക്ട്രോണിക്കലി തന്നെയാണ് എല്ലാ റെക്കോർഡ്സും എല്ലാം കൈകാര്യം ചെയ്തു പോകുന്നത്. These records consist of a patient demographic, medical history, text. പ്രാക്ടിക്കലി പറയുന്ന കാര്യങ്ങൾ തിയറിറ്റിക്കലി ആയിട്ട് തരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. പ്രാക്ടിക്കലി ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറയുമ്പോൾ നമുക്കത് എളുപ്പം ചെയ്തു നോക്കാൻ പറ്റും. പക്ഷെ ഇത് തിയറി ആയിട്ട് നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും അനുഭവപ്പെടും. അത് എനിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നാലേ നമുക്ക് യൂസേജ് വരുമ്പോൾ നമുക്ക് ഓക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വരുത്തി അല്ലെ, അല്ലെങ്കിൽ കൈകാര്യം ചെയ്ത് പ്രാക്ടിക്കലി എന്തെങ്കിലും അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഓക്കെ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെ, ഈ ഫോർമാറ്റുകളിലൊക്കെ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്താൻ പറ്റുന്ന അതനുസരിച്ചിട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബോറിംഗ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നോട് സഹകരിക്കുക. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും എന്താണ് ഫസ്റ്റ് എന്ന് പറയുന്നത് പേഷ്യന്റ് റെക്കോർഡ് എന്ന് വെച്ചാൽ ആ പേഷ്യന്റിന്റെ റെക്കോർഡുകൾ കൈകാര്യം ചെയ്യാൻ അല്ലെ. മൈക്രോസോഫ്റ്റ് വേർഡ് പെർമിറ്റ്സ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ടു ആൻഡ് കീപ് ഇലക്ട്രോണിക് പേഷ്യന്റ് റെക്കോർഡ്സ്. നമുക്കറിയാം ഇലക്ട്രോണിക് ആയിട്ടാണ് നമ്മൾക്ക് റെക്കോർഡ്സുകളൊക്കെ കീപ്പ് ചെയ്യുന്നത്. ദീസ് റെക്കോർഡ്സ് കൺസിസ്റ്റ് ഓഫ് പേഷ്യന്റ് ഡെമോഗ്രാഫിക് അല്ലെ, അവരുടെ ഏജും ജെൻഡറും അല്ലെ, അതേമാതിരി തന്നെ പേരും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നു. അതേമാതിരി തന്നെ പേഷ്യന്റ് കൊടുക്കുന്ന മെഡിക്കൽ ഹിസ്റ്ററി അല്ലെ, അവരുടെ രോഗവിവരങ്ങളെ കുറിച്ചിട്ട് നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഹിസ്റ്ററി അവർ കൊടുക്കും. അതെല്ലാം റെക്കോർഡിങ്ങിൽ കീപ്പ് ചെയ്യുന്നു. ദെൻ ടെസ്റ്റ് റിസൾട്ടുകൾ നമുക്കറിയാം. ഓരോ ടെസ്റ്റുകൾ അല്ലെ, ഓരോ ഡയഗ്നോസ്റ്റിക് എന്ന് വെച്ചാൽ രോഗനിർണയ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് ചില ടെസ്റ്റുകളൊക്കെ നടത്തണമെന്നുണ്ടാവും. തീർച്ചയായിട്ടും ആ റിസൾട്ടുകളുടെ ഒക്കെ ഫലങ്ങളൊക്കെ നമ്മൾ റെക്കോർഡിങ്ങിൽ കീപ്പ് ചെയ്യും. ദെൻ ഡയഗ്നോസിസ് അല്ലെ, ഈ കേസ് വേറെ ടെസ്റ്റുകൾക്ക് അപ്പുറം നമുക്കറിയാം സ്കാനുകളും അല്ലെ എക്സ്റേ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടതുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസുകളും കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ട്രീറ്റ്മെന്റ് പ്ലാൻ, പ്രോഗ്രസ് നോട്ട്. ഓക്കെ, അപ്പോ ഒരു രോഗിയെ സംബന്ധിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രോഗി രജിസ്ട്രേഷൻ മുതലുള്ള എല്ലാ തരത്തിലുള്ള ഡാറ്റകളും നമ്മൾ എന്ത് ചെയ്യും, കീപ്പ് ചെയ്യും. അത് റെക്കോർഡിക്കലി ആണ് അത് കീപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം അത് വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള ആ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി കീപ്പ് ചെയ്യാൻ സാധിക്കും. Then words formatting options allow the organization and customization of patient information for easy reference and retrieval. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഇലക്ട്രോണിക്കലി കീപ്പ് ചെയ്യുന്നത്. ഇനി അല്ലെ നെക്സ്റ്റ് ചിലപ്പോൾ ഈ മാസങ്ങൾക്കൊക്കെ ശേഷമായിരിക്കും വീണ്ടും ആ രോഗി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആ ഡോക്ടറിനെ സമീപിക്കുന്നത് അല്ലെ. ഡോക്ടറിനെ പ്രത്യേകമായിട്ട് ഈ രോഗിയെ കുറിച്ചിട്ട് നമുക്കറിയാം അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇന്ന നേരത്തെ കുട്ടി വന്നിട്ടുണ്ട്, ഇന്ന മെഡിസിനോട് പ്രതികരിക്കുന്നതാണ്, അല്ലെങ്കിൽ മെഡിക്കൽ ഹിസ്റ്ററി അനുസരിച്ചിട്ട് ഇന്ന രോഗത്തിന് അല്ലെ മെഡിസിൻ കഴിക്കുന്നതാണെന്നൊക്കെ എളുപ്പത്തില്
രോഗിയെ കുറിച്ചിട്ട് അറിയാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു റെഫറൻസും കൂടിയാണ് അല്ലെ ഈ റെക്കോർഡ് എന്ന് പറയുമ്പോൾ. അവരെ കുറിച്ച് അറിയാനായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് അറിയാനുള്ള ഒരു മാധ്യമം കൂടിയാണ്. സോ അതനുസരിച്ചിട്ട് തന്നെ ഡോക്ടേഴ്സിന് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ പേഷ്യന്റ് റെക്കോർഡ് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള പേഷ്യന്റിന്റെ റെക്കോർഡ്സുകളെല്ലാം കീപ്പ് ചെയ്യുന്നത് മൈക്രോബയോളിന്റെ സഹായത്തോടു കൂടിയിട്ട് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം രോഗിയുമായി ബന്ധപ്പെട്ട് അല്ലെ സ്റ്റാർട്ടിംഗ് ഉള്ള രജിസ്ട്രേഷൻ മുതലുള്ള കാര്യങ്ങളെല്ലാം അല്ലെ അവിടെ കൃത്യമായിട്ട് തന്നെ സിസ്റ്റമാറ്റിക്കലി അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ ആണോ? പേഷ്യന്റ് റെക്കോർഡ് ക്ലിയർ ആണോ? യെസ്, ഓക്കെ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ്. മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതേമാതിരി തന്നെ ഫിസിഷ്യൻ ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ക്യാൻ use the word to create medical reports, referral letters, discharge summaries and other clinical correspondence. Okay, നമുക്കറിയാം നമ്മൾ മാനുവലി എഴുതിക്കുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് നമുക്കറിയാം അത് അല്ലെ നമ്മുടെ ടൈപ്പിംഗ് അല്ലെ അത് നമുക്കറിയാം കീബോർഡിന്റെ സഹായത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ മൗസിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം ഇത്തിരി കൂടി അല്ലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയി അല്ലെ നമുക്കത് ജസ്റ്റ് പറഞ്ഞാൽ മതി റെക്കോർഡിക്കലി അത് അല്ലെ കൃത്യമായിട്ട് തന്നെ അത് എഴുതി തയ്യാറാക്കുമ്പോൾ. സോ നമുക്ക് കുറച്ചും കൂടി ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് ഇത്തിരി കൂടി ഇംപ്രൂവ്ഡ് ആയിട്ട് കൈകാര്യം കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോഴും തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മള് മാനുവലി എഴുതുന്നതിന് പകരം തന്നെ അല്ലെ അവിടെ ലെറ്ററുകളും അല്ലെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ടുകളും ഡിസ്ചാർജ് സമ്മറികളും അല്ലെ അതും അത്തരത്തിലുള്ള എഴുതുകത്ത് ജോലികളെല്ലാം തന്നെ നിർവഹിക്കാനായിട്ട് നമ്മളുടെ വേർഡ് പ്രോസസ്സിംഗ് ഹെൽപ്ഫുൾ തന്നെയാണ്. സോ ഫിസിഷ്യൻ ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് തീർച്ചയായിട്ടും നമുക്കറിയാം ആരാണ് ഡോക്ടേഴ്സ് ഒക്കെയാണ് നമ്മള് അല്ലെ എന്തെങ്കിലും ഡിസ്ചാർജ് സമ്മറിയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും നഴ്സുമാരും ഡോക്ടർമാരുടെയൊക്കെ ഒരു പ്രത്യേക കാര്യങ്ങൾ അല്ലെ അവരുടെയും കൂടെ ഒരു റോൾ ഉണ്ട്. സോ അവരൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് വേർഡ് പ്രോസസ്സിംഗ് എന്ന സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് അല്ലെ നമ്മൾ അറിയാവുന്നത് കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇച്ചിരി കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത് മാറ്റി വെച്ച് അല്ലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ രീതിയിലേക്ക് ഫോളോ ചെയ്ത് പോകുന്നത് അല്ലെ. അപ്പൊ ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ട് മാറി. കാരണം ഇപ്പോഴത്തെ നവഡേയ്സിൽ എപ്പോഴും ടെക്നോളജി വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമുക്ക് തേർഡ് നോക്കാം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അപ്പൊ ഞാൻ നോക്കുകയാണ് ചിലപ്പോ ഈ പറഞ്ഞ മാതിരി കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഒക്കെ വന്നു കഴിയുമ്പോഴും ചില പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴേ അല്ലെ ചില ഇപ്പൊ ഇടയ്ക്ക് തന്നെ ഒരു ഇതുണ്ടായിരുന്നു. അതായത് ആ ഓഫീസിൽ കറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, ഒരു ഫണ്ടിന്റെ ഒരു പ്രോബ്ലംസ് അല്ലെ അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ തന്നെങ്കിൽ എന്താണ് അത് കാരണം പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാൻ പറ്റുന്നില്ല. കുറെ ഡിലീറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസ് ഒക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് എവിടെ നിന്ന് വന്നു എവിടെ നിന്ന് പോയി ഇതിപ്പോഴത് അറിയാൻ പറ്റാത്ത ഒരു ചാൻസ് ആയി വീണ്ടും മാനുവലി അത് റെക്കോർഡിങ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം മാനുവലി റെക്കോർഡ് ചെയ്യുന്നത് എപ്പോഴും നമുക്കറിയാം ഒരുപാട് സമയം എടുക്കുന്ന ഒരു ഏർപ്പാടാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഒരു അഡ്വാൻസ് വേർഷൻ ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് ഈ വേർഡ് പ്രോസസ്സിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇത്രയും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെ. ജസ്റ്റ് ഒന്ന് പറയുന്ന അനുസരിച്ചിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ്. അപ്പൊ ഇതിനെല്ലാം തന്നെ അതിൻ്റെതായ ഡ്രോബാക്സും ഉണ്ടാവാം. എനിവേ എന്തായാലും നമുക്കറിയാം ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ് ഇതേമാതിരി തന്നെ ഹെൽപ്ഫുൾ ആണെന്ന് പറയുന്നു. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലിലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ അല്ലെ അതിന്റെ ക്വാളിറ്റിയോട് കൂടിയിട്ടൊക്കെ നിർവഹിക്കുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ നിർവഹിക്കുന്നത്. അതെല്ലാം ചെയ്യുന്നതിനും വേർഡ് പ്രോസസ്സിംഗിന്റെ സഹായം തേടുന്നുണ്ട്. Word processing is useful for generating and updating standard operating procedures within hospital. ഹോസ്പിറ്റലില് ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് നിർവഹിക്കുന്നതിന് തീർച്ചയായിട്ടും വേർഡ് പ്രോസസ്സിംഗ് യൂസ്ഫുൾ ആണ്. These documents frame step-by-step instructions for various processes like infection control protocols, medication administration directives, and emergency response procedures. Okay. നമുക്കറിയാം നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സേവനം ആ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അതിൻ്റെതായിട്ടുള്ള കുറെ നടപടിക്രമങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ വേർഡ് പ്രോസസ്സിംഗിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിളുകളൊക്കെയാണ് പറയുന്നത്. അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഒക്കെ അല്ലെ
അവിടെ എന്താണ് അസുഖങ്ങളൊക്കെ പടർന്ന് പിടിക്കാതിരിക്കാനായിട്ട് ചില പ്രോട്ടോകോളൊക്കെ ഇപ്പൊ കോവിഡിന്റെ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവരോടൊക്കെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലെ, ഇത്ര അകലം പാലിച്ചുകൊണ്ട് എല്ലാവരും വരണം അല്ലെ, എങ്ങനെയാ മാസ്ക് ധരിക്കണം, അങ്ങനെയൊക്കെയുള്ള കുറെ പ്രോട്ടോകോളൊക്കെ അവിടെ ഓരോ സ്ഥലത്തൊക്കെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഒട്ടിച്ച് വെക്കുന്നതിന് നമുക്കറിയാം വെയിറ്റ് പ്രോസസ്സിങ്ങിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇവര് ഇങ്ങനെ എന്താണ് കൃത്യമായിട്ടുള്ള പിക്ചറും സൈസൊക്കെ കൂട്ടിക്കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ അവിടെ പോസ്റ്റ് ചെയ്യുന്നു. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റീവ്സ് അല്ലെ, ഡയറക്ഷൻസുകളൊക്കെ അങ്ങനെ കൈകാര്യം ചെയ്യുന്നു. എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയേഴ്സ് നമുക്കറിയാം അടിയന്തര സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റെസ്പോൺസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് പ്രോസസ്സിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് നമുക്കറിയാം ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ നടപ്പാക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരം നടപടിക്രമങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, നമ്മുടെ വെയിറ്റ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. ചെയ്യണോ? ജസ്റ്റ് SOPS ഒക്കെ ഒന്ന് അബ്രിവേഷൻ ഒക്കെ ഓർത്ത് വെക്കാം. എന്തായാലും അല്ലെ ഹോസ്പിറ്റലിലെ യൂസേജ് എന്താണെന്നുള്ള രീതിയിലൊക്കെ ഹെഡിങ്സുകൾ നിങ്ങൾ പഠിച്ചു വെക്കാൻ നോക്കാം. പേഷ്യന്റ് റെക്കോർഡ് കൈകാര്യം ചെയ്യുന്നതിന് അത് ഹെൽപ്ഫുൾ ആണ്, റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിന് ഹെൽപ്ഫുൾ ആണ്, അതേപോലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ നടപ്പാക്കുന്നതിനും വെയിറ്റ് പ്രോസസ്സിംഗ് ഒക്കെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെയാണോ? ഏതെങ്കിലും പോയിന്റ്സ് കിട്ടാത്തതുണ്ടോ? നമ്മൾ എന്താണ് ഇവിടെ നിന്നാണ് എടുത്തു തുടങ്ങിയത്, അതിന്റെ ഫീച്ചേഴ്സിന്റെ കുറച്ച് ഭാഗം എടുത്തു. ഒപ്പം തന്നെ ആപ്ലിക്കേഷൻ ഹോസ്പിറ്റലിലെ അതിന്റെ ആപ്ലിക്കബിലിറ്റി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെയാണോ? ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം. എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ. ഓക്കെ, നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ കുറച്ച് സമയം തരാം. 2 പോയിന്റും കൂടി ഉള്ളൂ. നോക്കാം. എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ എന്താണ്? എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് നോക്കാം. വേർഡ് ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്പാൻഡ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ഫോർ പേഷ്യൻസ് ലൈക്ക് വൗച്ചേഴ്സ്, ഹാൻഡ് ഔട്ട്സ് ആൻഡ് ഇൻഫോർമേഷൻ ലീഫ്ലെറ്റ്സ്. ഓക്കെ, നമുക്കറിയാം ചിലപ്പോ ഒക്കെ രോഗികൾക്ക് അല്ലെ ഇപ്പോ പലതരത്തിലുള്ള ഒരു രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത രീതികൾ ഉണ്ടാവും. ചിലപ്പോ മെഡിക്കൽ ആപ്ലിക്കേഷൻ അല്ലെ മെഡിസിൻ തന്നെ കൊടുത്തിട്ടായിരിക്കാം, ചിലപ്പോ അതിന് വേറെ ഏതെങ്കിലും രീതി ഉപയോഗിച്ചിട്ട് അല്ലെ നമുക്കറിയാം സർജറി പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ട്രീറ്റ്മെന്റ് കൈകാര്യം ചെയ്യാം. അപ്പൊ അതല്ലെങ്കിൽ നമുക്കറിയാം ചില മെഡിസിൻ അല്ലെ ചില മെഡിസിൻ എടുക്കുന്നതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അത് എടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ കുറെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ട് അതിന്റെ ഫലം റിസൾട്ട് നോക്കിയിട്ടായിരിക്കും അടുത്ത സ്റ്റെപ്പിലേക്കൊക്കെ കിടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇൻ കേസ് ഒരു ഓപ്പറേഷന് മുമ്പാണെങ്കിലും ഒരു എൻഡോസ്കോപ്പി കൊറോണോസ്കോപ്പി ഒക്കെ എടുക്കുന്നതിനൊക്കെ മുമ്പാണെങ്കിൽ കുറെ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ ഡാറ്റാസും ഒന്നും പറഞ്ഞ് പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ചിലപ്പോൾ അവര് പറയുന്ന മാത്രയിൽ കേൾക്കുന്നു എന്നല്ലാതെ അവരുടെ ഗ്രഹിക്കാനായിട്ട് ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരില്ല. സോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ചിലപ്പോൾ വേണമെങ്കിൽ ഒരു റീഫ്ലെക്സ് അല്ലെ അവിടെ അത്തരത്തിലുള്ള ഹാൻഡ് ഔട്ട് വൗച്ചേഴ്സ് പോലെയുള്ള സംഭവങ്ങൾ അല്ലെ അത് ബുക്ക്ലെറ്റ് ഒക്കെ വഴിയാണ് അവർക്ക് പകർന്നു കൊടുക്കുന്നത്. ഓക്കെ, അവര് ബുക്ക്ലെറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ലീഫ്ലെറ്റ് ആ ഒരു പേപ്പർ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇന്ത്യൻ സ്റ്റെപ്പ് സ്കാനിങ്ങിന് മുമ്പ് പാലിക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എൻഡോസ്കോപ്പി കൊളോണോസ്കോപ്പി ഒക്കെ വരുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കിയിട്ട് വരാനൊക്കെ അതുകൊണ്ട് സാധിക്കും. സോ ഇൻ കേസ് ഒരു ഞാൻ പറഞ്ഞ മാത്രം വ്യത്യസ്ത രീതിയിലുള്ള സർജറികൾ അല്ലെങ്കിൽ അത് ഏത് രീതിയിലൊക്കെയാണ് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ അസുഖങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി ഒരുപക്ഷെ മിക്കവാറും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം അല്ലെ ആരെങ്കിലും സപ്പോർട്ടിനോട് സഹായത്തോട് കൂടിയിട്ട് തന്നെ പേഷ്യന്റിന് അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടാവും. ഒരുപക്ഷെ ചിലപ്പോൾ ഡോക്ടർ പറയായിരിക്കും, നഴ്സുമാര് പറയായിരിക്കും, മറ്റേതെങ്കിലും സ്റ്റാഫുകളൊക്കെ ഓരോരോ കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടാവാം. എങ്കിൽ കൂടി അവർക്ക് കൃത്യമായിട്ടൊക്കെ നിൽക്കാൻ അല്ലെങ്കിൽ പിന്നീട് ഡൗട്ടുകളൊക്കെ മനസ്സിൽ വരുമ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അവർക്ക് ലീഫ്ലെറ്റുകളൊക്കെ കൊടുത്തു വിടേണ്ടതായിട്ട് വരും. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ അല്ലെ അതിന് വേണ്ടിയിട്ടും എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ കാരണം അവരുടെ അറിവ് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് അത് ക്രിയേറ്റ് ചെയ്യുന്നതിനും എന്ത് ഹെൽപ്ഫുൾ ആണ്? നമ്മുടെ വെയിറ്റ് പ്രോസസ്സിങ് ഹെൽപ്ഫുൾ ആണ്. കാരണം അതുവഴിയാണ് നമ്മൾ സൈസ് ഒക്കെ കൂട്ടിയും കുറച്ചും അല്ലെ പിക്ചറൈസേഷൻ ഒക്കെ നടത്തി വിഷ്വലി അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ലഭ്യമാക്കുന്നതിനും എന്താണ് വെയിറ്റ് പ്രോസസ്സിങ് ഹെൽപ്ഫുൾ ആണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ മിക്കപ്പോഴും നമ്മൾ അല്ലെ പറഞ്ഞപ്പോ ഷുഗർ പ്രഷറൊക്കെ അല്ലെ കൂടുതലൊക്കെ ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിലൊക്കെ അത് കൃത്യമായിട്ടൊക്കെ തന്നെ
ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അല്ലെ ഭക്ഷണക്രമങ്ങളൊക്കെ പാലിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തന്നിരിക്കാറുണ്ട്. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട് അല്ലെ. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ബേസിലാണ്, പ്രോസസ്സിന്റെ ബേസിലാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ്, ഗവേഷണങ്ങളൊക്കെ നടത്തുന്നതിന് അല്ലെ. ബാക്കപ്പ് ക്രിയേഷൻ ഓഫ് റിസർച്ച് പേപ്പേഴ്സ്, കേസ് സ്റ്റഡീസ് ആൻഡ് സയന്റിഫിക് ആർട്ടിക്കിൾസ്. ഓക്കെ, നമുക്ക് ശാസ്ത്രീയമായിട്ട് കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കേസ് സ്റ്റഡി നടത്തുന്നതിനോ അല്ലെ ഒരു റിസർച്ച് ഒക്കെ ഗവേഷണങ്ങൾ അല്ലെ ഒരു രോഗിയെ കുറിച്ചിട്ടോ അസുഖത്തിനെ കുറിച്ചിട്ടോ അല്ലെ എന്തിനെങ്കിലും കുറിച്ചിട്ടൊക്കെ സ്റ്റഡി ഒക്കെ നടത്തുന്നതിനൊക്കെ നമുക്ക് തീർച്ചയായിട്ടും എന്താണ് ഇത് നമുക്ക് ഈ വേർഡ് പ്രോസസ്സിംഗിന്റെ സഹായത്തോട് കൂടിയിട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ള ഡാറ്റകളൊക്കെ ഉൾപ്പെടുത്തി അല്ലെ അവിടെ ഒരു ഫയലൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസിന് വേർഡ് പ്രോസസ്സിംഗ് ഹെൽപ്ഫുൾ ആണ്. Then ലാസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ്. Okay, hospital create a wide range of administrative documents that includes memos, meeting minutes, policies and budget reports. Okay, നമുക്കറിയാം അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഹോസ്പിറ്റലിലെ ഭരണ നിർവഹണ തലത്തിലും എന്താണ് വേർഡ് പ്രോസസ്സിംഗ് യൂസ് ചെയ്യുന്നു അല്ലെ. ഇൻ കേസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ് അല്ലെ ഭരണ നിർവഹണത്തിന് ചിലതരം പുറത്ത് പോയി പഠിക്കണം എന്നില്ല, നാച്ചുറലി ഇത് ബേസിക്കലി നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ. ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അല്ലെ അവിടെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ക്യാച്ച് ചെയ്യുന്നുണ്ടാവുമായിരിക്കും അല്ലെ. തീർച്ചയായിട്ടും ആരെങ്കിലും ഒരു നോളജും ഇല്ലാതിരിക്കാൻ വഴിയില്ലെന്ന് തോന്നുന്നു. ഏത് കോഴ്സിന്റെ ഒപ്പം നമ്മൾക്ക് ഏത് ഡിഗ്രിയുടെയും എന്തിന്റെയെങ്കിലും ഒപ്പം നമുക്ക് എന്താണ് കുറച്ച് ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ അതില് ബേസിക് വേർഡും എക്സലും കാര്യങ്ങളൊക്കെ എന്തായാലും പഠിച്ചു പോയിട്ടുണ്ടാവും. ഇപ്പോ നവഡേയ്സിൽ എനിക്ക് തോന്നുന്നു സ്കൂൾ ലെവലിൽ തന്നെ ഇതൊക്കെ പഠിച്ചു പോകുന്നുണ്ട് അല്ലെ. കുട്ടികള് ചെറുപ്പം മുതലേ നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസിക് ഒക്കെ അവർ പഠിച്ചു പോകുന്നുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നേടിയെടുത്ത അതൊക്കെ തന്നെയായിരിക്കും. അതിന്റെയൊക്കെ ആവശ്യകതയുള്ളൂ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇല്ലാത്തുള്ളൂ. കണ്ടോ, ഹോസ്പിറ്റലിൽ ചെന്നാണ് വർക്ക് ചെയ്ത് പഠിച്ചത്. അത്രയേ ഉള്ളൂ, അത്രയും ഇതേ ഉള്ളൂ. അതായത് ഹോസ്പിറ്റലിൽ ചെന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ബിഗിനേഴ്സിനും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അവിടെ എന്താണ് ഫോളോ ചെയ്യുന്നത് അത് നമ്മൾ ഫോളോ ചെയ്ത് പോകും. അപ്പൊ നമ്മൾക്ക് ആ ഒരു ഭയം ഒന്നും വേണ്ടി വരില്ല. കാരണം ഇത്തരത്തിലുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് കമ്പ്യൂട്ടർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ സൈസ് കൂട്ടണോ അല്ലെ, അല്ലെങ്കിൽ അതില് സ്പെല്ലിങ് ഗ്രാമർ ഒക്കെ കറക്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ഒരു കോളം സെറ്റ് ചെയ്യണം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഓക്കെ, ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു പക്ഷേ 1-2 ദിവസം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മളൊക്കെ അല്ലെ അവിടെ ഓറിയന്റേഷൻ ടൈമിലൊക്കെ അല്ലെ നമ്മുടെ ട്രെയിനിങ് ടൈം പീരീഡിലൊക്കെ അവര് പരിചയപ്പെടുത്തി തരുന്നവര് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഒരു അഡ്വൈസ് തരും. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പേടിയില്ലാതിരിക്കുക എന്നുള്ളതാണ് മോസ്റ്റ്ലി വേണ്ടത്. നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക. ഓക്കെ, ചെയ്ത് പഠിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ അത് ചെയ്ത് പഠിച്ചോളും. അപ്പൊ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഈ അറിവ് നമ്മൾ ക്യാച്ച് ചെയ്ത് വെക്കുക. ഇതിനൊക്കെ ഒരു ഓപ്ഷനുകളുണ്ട് അല്ലെ. നമ്മുടെ ഡോക്യുമെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് സാധാരണയായിട്ട് വേർഡ് പ്രോസസ്സിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇതില് വീണ്ടും പഠിച്ചു പോകുന്നുണ്ട്. അതായത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് നമ്മൾ എക്സൽ ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ആ എക്സൽ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. കാരണം അവിടെ ഒരു ഇക്വേഷൻസ് ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരും. നമുക്ക് വെരിഫിക്കേഷൻ ഒക്കെ നടത്തിയാൽ മതി. അതേമാതിരി തന്നെ നമ്മളിപ്പോ വേറെ എന്തെങ്കിലും സെമിനാറോ എന്തെങ്കിലുമൊക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പവർ പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ പവർ പോയിന്റിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ ക്ലിപ്പിംഗ്സോ അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പിംഗ്സും എല്ലാം അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും അല്ലെ. അപ്പൊ ആരെങ്കിലൊക്കെ പറയുന്നതും അവര് പഠിപ്പിച്ചതോ പറയുന്നതോ അല്ലെ കൃത്യമായിട്ട് തന്നെ അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മാത്രം അല്ലെ എന്താണ് വീഡിയോ, അതായത് നമ്മുടെ മാത്രം മെസ്സേജ് അല്ല മറ്റുള്ളവരുടെയും കൂടി ഓഡിയോയും വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് പവർ പോയിന്റ് ആണ് സെമിനാർ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതൊക്കെ നിങ്ങൾ ഇതിന്റെ പുറകെ പഠിച്ചു പോയിക്കോളും. ഓക്കെ, പ്രാക്ടിക്കലി നമ്മൾ ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ക്യാച്ച് ചെയ്ത് പോകാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി പോവാം. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേർഡ് പ്രോസസ്സിംഗ് ആണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് എക്സൽ ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. പവർ പോയിന്റ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ കാര്യം കൃത്യമായിട്ട് ഗ്രഹിച്ചു വെക്കുക. ഓക്കെ,
ക്ലിയർ ആണോ? നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് മൈക്രോസോഫ്റ്റിന്റെ ആപ്ലിക്കബിലിറ്റി അല്ലെ, ഹോസ്പിറ്റലിലുള്ള ആപ്ലിക്കബിലിറ്റി ആണ്. നിങ്ങളപ്പോ ലാസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ് അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർക്ക് ചില ഡോക്യുമെന്റ് തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അറിയേണ്ട കാര്യങ്ങൾ അല്ലെ, മെമ്മോസ്, മീറ്റിംഗ് മിനിറ്റ്സ്, മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്, പറയുന്ന മീറ്റിംഗിന്റേതായിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പോളിസി, ബഡ്ജറ്റ് അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്കറിയാം മേൽത്തലത്തിലുള്ള ടോപ്പ് മാനേജേഴ്സ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവരാണ് അതെല്ലാം മീറ്റിംഗ് ഒക്കെ കൂടി അറേഞ്ച് ചെയ്ത്. അപ്പൊ അവർക്കും ഇത് യൂസ്ഫുൾ ആണ്. കാരണം അവര് ഈ പറഞ്ഞ മീറ്റിംഗും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് തയ്യാറാക്കുന്നതൊക്കെ എന്ത് വഴിയാണ്? വേഡ് പ്രോസസ്സിംഗ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ തന്നെയുള്ളവരാണ് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിൽ അല്ലെ, അവരുടെ ഭരണ നിർവഹണ തലത്തിലുള്ള കുറെ തീരുമാനങ്ങൾ അല്ലെ, നയങ്ങൾ, നടപടിക്രമങ്ങൾ, അതല്ലെങ്കിൽ ബഡ്ജറ്റ് അല്ലെ, അവിടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിനനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ കൊടുക്കും. അപ്പൊ ഈ റിപ്പോർട്ടുകളൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു വേഡ് പ്രോസസ്സിംഗിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്? മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണ്. ഇപ്പൊ പവർ പോയിന്റ് ഞാൻ ജസ്റ്റ് പറഞ്ഞു, നമ്മൾ ഈ പറഞ്ഞ മാത്രമേ ഡോക്യുമെന്റ് റെസ്യൂംസ് ഒക്കെ തയ്യാറാക്കുന്നതിന് മൈക്രോസോഫ്റ്റ് വേഡ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ മാതിരി തന്നെ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും പ്രസന്റേഷൻ അല്ലെങ്കിൽ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിലേക്ക് എന്തെങ്കിലും കാര്യം അത് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക, അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണ് ഉപയോഗിക്കുക. കാരണം അതില് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ, ഐഡിയാസ് വേണമെങ്കിൽ പങ്കുവയ്ക്കാം. ഒപ്പം മറ്റുള്ളവരുടെ അല്ലെ കുറച്ചും കൂടി പ്രാക്ടിക്കലി നോളജ് കുറച്ചും കൂടി ഉള്ള വ്യക്തികളുടെയൊക്കെ പങ്കുവെക്കുകയാണെങ്കിൽ അവരുടെയും കൂടി കാര്യങ്ങളൊക്കെ വീഡിയോ ക്ലിപ്പിങ്ങിലോ അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പിങ്ങിലൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ട് അവരെ മറ്റുള്ളവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാനൊക്കെ എളുപ്പം സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഈസ് എ ബ്രോഡ്ലി യൂസ്ഡ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. ആ ഒരു പോയിന്റ് മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. അതേമാതിരി തന്നെ വേഡിൽ നമ്മൾ പറഞ്ഞിരുന്നു, ആ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് കാണും. എന്താണ് വേഡ്? മൈക്രോസോഫ്റ്റ് വേഡ് ഈസ് എ വൈഡ്ലി യൂസ്ഡ് വേഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് അല്ലെ. വേഡ് പ്രോസസിംഗ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രസന്റേഷൻ അല്ലെ. ഒരു പ്രസന്റേഷൻ ഈസ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഈസ് എ ബ്രോഡ്ലി യൂസ്ഡ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്? മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. It permits users to generate, edit and deliver dynamic and visually engaging presentation. ഓക്കെ, നമുക്ക് അല്ലെ നമ്മളുടെ നേരത്തെ കൂട്ടിയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ
അല്ലെ കൂട്ടിച്ചേർത്തോ കട്ട് ചെയ്തോ അല്ലെ എല്ലാ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തിയിട്ട് അല്ലെ വിഷ്വലി മറ്റുള്ളവർക്ക് അല്ലെ ദൃശ്യവൽക്കരണത്തോട് കൂടിയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. Here are some main features and benefits for MS PowerPoint. അല്ലെ മൈക്രോസോഫ്റ്റ് PowerPoint കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഈ താഴെ പറയുന്നത്. ഓക്കെ, മൈക്രോസോഫ്റ്റ് PowerPoint എന്താന്നുള്ള ഒരു മെയിൻ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതില് പ്രധാനമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്ലൈഡ് ക്രിയേഷൻ, സ്ലൈഡ് ഫോർമാറ്റിംഗ്, സ്ലൈഡ് ലേഔട്ട്സ്, പിന്നെ മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ. അത് 4 ഫീച്ചേഴ്സ് ആണ് ഇതിനുള്ളത്. Slide creation പറയുന്നത് PowerPoint extends a user friendly interface for generating sliders. Okay, sliders എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി ഫ്രണ്ട്ലി അല്ലെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് മൗസും കാര്യങ്ങളൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവിടെ കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ അല്ലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ തന്നെ അത് പറഞ്ഞ് കാണിച്ചു തരും. സോ അതനുസരിച്ചിട്ട് തന്നെ നമുക്കത് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. Users can easily add text, images, shapes, charts, and multimedia elements of 2 slides, which enable them to carry information in an effective manner. ഓക്കെ, ഓരോ സ്ലൈഡ് കാണുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് മോഡിഫിക്കേഷൻ വരുത്തിയാൽ മതി. അതിന്റെ ഷേപ്പുകളിലോ അല്ലെങ്കിൽ ചാർട്ടുകളിലോ അല്ലെങ്കിൽ പിക്ചറുകളിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് മൾട്ടിമീഡിയ എന്ന് വെച്ച് പറയുമ്പോൾ നമുക്ക് ഓഡിയോയും വീഡിയോയും അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ക്രിയേഷൻ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇൻഫോർമേഷൻസ് നല്ല എഫക്റ്റീവായ മാനറിൽ അല്ലെ നല്ല ഫലപ്രദമായ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്ലൈഡ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ പെടുന്നുണ്ട്? ഇമേജ്, ഷേപ്പ്, ചാർട്ട്സ്, ഇതെല്ലാം മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് പറ്റുന്നു അല്ലെ. നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിക്ക് മോഡിഫിക്കേഷൻ വരുത്താനായിട്ടുള്ള സാധ്യതകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്ലൈഡ് ഫോർമേഷൻ അതേമാതിരി തന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ ക്രിയേറ്റിവിറ്റി തന്നെയാണ് രൂപീകരിക്കുന്ന ഒരു രീതിയിലേക്ക് വരികയാണെങ്കിൽ PowerPoint offers a wide range of formatting options to customize the appearance of slides. Users can apply themes, alter fonts, colors and backgrounds, and users transitions and animation to improve a visual appealing and engage the audience. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു ചെറുതായിട്ടുള്ള മാനുവലി ആയിട്ടുള്ള ഷേപ്പും ചാർട്ടും കാര്യങ്ങളല്ല. ഇതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി എന്താണ് അതിന്റെ കളറും അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടും അല്ലെ അതിന്റെ ഫോണ്ട് സൈസും എല്ലാ കാര്യങ്ങളൊക്കെ മാറ്റം വരുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു ഫോമിനെ തന്നെ ആ ഒരു സ്ലൈഡിനെ തന്നെ കൃത്യമായിട്ട് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് അല്ലെ അവിടുത്തെ കളർഫുൾ വരെ ആക്കിയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഫോർമാറ്റിംഗ് ഓപ്ഷൻസും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്ലൈഡ് ലേഔട്ട്സ് എന്താണ് സ്ലൈഡ് ലേഔട്ട്സിൽ പറയുന്നത്? PowerPoint provides slide layouts designed previously, making it easy to generate a consistent and professional looking presentations. Okay, നമ്മുടെ കയ്യിൽ നേരത്തെയുള്ള അല്ലെ ഈ എന്താണ് അവിടെ പ്രീവിയസ്ലി നമുക്ക് കുറച്ച് ഡിസൈൻ ലേഔട്ടുകളൊക്കെ കാണിച്ചു തരുന്നുണ്ട് അല്ലെ, ഒരുപാട് സ്ലൈഡുകൾ കാണിച്ചു തരുന്നുണ്ട്. ആ രീതിയിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ അതില് എന്തായാലും ഒരു ഡിസൈനിലൊക്കെ വെരിഫിക്കേഷൻ ഒക്കെ വരുത്തിയിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും പ്രൊഫഷണൽ ലുക്കിംഗ് പ്രസന്റേഷൻ ആക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ലേഔട്ടുകൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Users can select from a variety of layouts for rich slides, content slides, comparison slides, and more, saving time and effort in slide design. Okay, അപ്പൊ നേരത്തെ കുട്ടി നമുക്ക് ഇങ്ങനെ പലതരത്തിലുള്ള അല്ലേ ഒരു ചെറിയ ചെറിയ സ്ലൈഡുകളായിട്ടായിരിക്കും ചിലപ്പോൾ ഒന്നിച്ച് കുറെ സ്ലൈഡുകൾ ഒന്നിച്ചിപ്പോഴായിരിക്കും. എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അല്ലെ ഈ സ്ലൈഡിൽ നിന്ന് ഈ സ്ലൈഡിലേക്ക് വേരിയേഷൻ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇന്നതാണ് അത് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അല്ലെ. അതിന്റെ ആ ഒരു കമ്പാരിസൺ സ്ലൈഡ് വരെ കാണിച്ചു തന്നിട്ട് നമുക്ക് വേണമെങ്കിൽ തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് സ്ലൈഡുകൾ ലേഔട്ട് കൊടുത്ത് അത് കൃത്യമായിട്ട് തന്നെ ഫോർമാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Then multimedia integration. അതായത് PowerPoint the insertion of a multimedia elements like images, audio and videos files. ഞാൻ നേരത്തെ പറഞ്ഞത് ജസ്റ്റ് അവിടെ ആ ഒരു ഇമേജസ് മാത്രമല്ല വെരിഫിക്കേഷൻ വരുത്താനായിട്ട് ഇതുകൊണ്ട് സഹായിക്കുന്ന അല്ലെ. ഓഡിയോ ക്ലിപ്പിംഗ്സ് വേണമെങ്കിൽ ഉൾപ്പെടുത്താം, വീഡിയോ ഫയൽസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജസ്റ്റ് ആ ക്രിയേറ്റിവിറ്റി മാത്രമല്ല ഓഡിയോ അല്ലെ ആ ഒരു ഇന്റഗ്രേഷൻ നടത്താം, അതല്ലെങ്കിൽ വീഡിയോന്റെ ഇന്റഗ്രേഷൻ ഒക്കെ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. This make users able to incorporate visual and authority adds into their
presentation, making them more interactive and engaging. Okay, നമുക്ക് എപ്പോഴും അറിയാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് വായിച്ച് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സമയം ചെലവഴിച്ചിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ അല്ലെ വളരെ ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നല്ല. ഇപ്പൊ തന്നെ നമുക്ക് കുറെ പ്രാവശ്യം ഇത് വായിച്ച് നിങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് അത് ചിലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും അല്ലെ. ആശയം ജസ്റ്റ് ഒന്ന് ഗ്രഹിക്കാൻ മാത്രമായിരിക്കും ആഗ്രഹം. തീർച്ചയായിട്ടും നമുക്ക് മോസ്റ്റ്ലി എന്താണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതിൽ നിന്ന് വരുന്നത് എന്ന് അറിയാൻ പാടില്ലാത്ത കാരണമാണ് ഞങ്ങൾ മൊത്തത്തിൽ വായിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എനിവേ എന്താണ് പ്രധാനമായിട്ടും നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കണം അല്ലെ. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ എന്താണ് നമുക്ക് ഒരുപാട് വായിച്ചു നോക്കാതെ തന്നെ വിഷ്വലി നമുക്ക് അത് മനസ്സിലാക്കത്തക്ക വിധത്തിൽ ചെയ്യുന്ന ഒരു ഫോർമാറ്റിംഗ് ആയിരിക്കും. സോ ചിലപ്പോൾ വേണമെങ്കിൽ ഒന്ന് കേട്ടുകൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു മൈൻഡ് ആണെങ്കിൽ അത് ഈ വീഡിയോ അല്ലെ അവിടെ ഓഡിയോ ക്ലിപ്സ് മതിയാവും. വിഷ്വലി അത് കണ്ടുകൊണ്ട് ഗ്രഹിക്കാനുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലെ മോർ യൂസ്ഫുൾ ആയിട്ട് തന്നെ ആ ഒരു ഡോക്യുമെന്റിനെ കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു പ്രസന്റേഷൻ നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഇത്തരത്തിലുള്ള മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ PowerPoint സോഫ്റ്റ്വെയറിലുള്ളത്. ഓക്കെ അല്ലേ? ഒക്കെയാണോ? ഫീച്ചേഴ്സ് 4 എണ്ണം ഒക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. കണ്ടിന്യൂ ചെയ്യാലോ? Okay. Okay. Overall, Microsoft PowerPoint provides a powerful ground for generating visually appealing and impactful presentations. Okay, നമുക്കറിയാം overall എന്താണ് അവിടെ PowerPoint വിഷ്വലി അല്ലെ നമ്മളെ കാണത്തക്ക വിധത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രസന്റേഷൻ നമുക്ക് ലഭ്യമാക്കി തരുന്നു. User friendly interface, formatting options, multimedia integration and collaboration features make it a popular selection for professionals, educators and individuals who look to communicate information in an effective manner. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം എന്തെങ്കിലും ആശയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് അല്ലെ ഈ ആശയങ്ങൾ അല്ലെങ്കിൽ ഈ അറിവുകളൊക്കെ അല്ലെ ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം അല്ലെ. തീർച്ചയായിട്ടും നമ്മൾ ഈ PowerPoint ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. അപ്പൊ PowerPoint സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ എന്താ പ്രത്യേകത? അതില് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. നല്ല രീതിയിൽ അത് ആ ഒരു പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങൾ നല്ല രീതിയിൽ ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കും. മൾട്ടിമീഡിയ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് വീഡിയോ ഓഡിയോ ഒക്കെ ഉൾപ്പെടുത്തി മറ്റുള്ളവരിലേക്ക് നല്ല അല്ലെ പലതരത്തിലുള്ള സവിശേഷതകളോട് കൂടിയ ഒരു പ്രസന്റേഷൻ ആയിട്ട് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽസും അല്ലെങ്കിൽ തൊഴിൽ വിദഗ്ധരും എന്താണ് വിദ്യാർത്ഥികളും അതേപോലെ തന്നെ മറ്റു വ്യക്തികളെല്ലാം തന്നെ നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് എന്താണ് ഈ PowerPoint യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാരണം നമുക്കറിയാം എല്ലാം തന്നെ അതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ. ഇന്റഗ്രേഷൻ നടത്തി കണ്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ അല്ലേ? മൈക്രോസോഫ്റ്റ് PowerPoint ഒക്കെ അല്ലേ? അതിന്റെ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ എന്തായാലും മാർക്ക് ചെയ്ത് വരിക. ഓക്കെ, അതിന്റെ ആ ഒരു ഫീച്ചേഴ്സ് ഓർത്ത് വെക്കുക. സ്ലൈഡ് ക്രിയേഷൻ ആണ്, സ്ലൈഡ് ഫോർമാറ്റിംഗ്, സ്ലൈഡ് ലേഔട്ട്സ് ആൻഡ് മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ. മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കുക ഓഡിയോയും വീഡിയോ ഫയൽസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ എന്താണ് ഇതിന്റെ ആ ഒരു ആപ്ലിക്കബിലിറ്റി ഉള്ളതെന്ന് നോക്കാം. മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അല്ലെ. അവിടെ
എഡ്യൂക്കേഷൻ ലെവലിൽ നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ അല്ലെ നിങ്ങൾക്ക് തന്നെ എന്താണ് പ്രാക്ടിക്കലി അത് നോളജ് ഉണ്ടാവുമ്പോൾ വളരെ എളുപ്പം എന്ന് പറയും അല്ലെ എന്ന് പറഞ്ഞാൽ മാത്രമേ തന്നെ ഈ ഒരു കാര്യങ്ങള് വിഷ്വലി അല്ലെങ്കിൽ മറ്റു ഓഡിയൻസ് അല്ലെ എപ്പോഴും ഒരേപോലെ തന്നെ ക്ലാസ് എടുക്കുന്നവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റുള്ളവരെ കുറച്ച് ഓഡിയൻസ് ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശ്രദ്ധയോടെ കേട്ടിരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവും അല്ലെ അപ്പൊ തീർച്ചയായിട്ടും ഈ എഡ്യൂക്കേഷൻ ലെവലിലൊക്കെ പ്രധാനമായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. PowerPoint is widely used in hospitals for medical education and training program. ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രസന്റ് ചെയ്യുമ്പോൾ അവിടെ വിഷ്വലി ഓഡിയോ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം പ്രൊജക്ടറിന്റെ ഒക്കെ സഹായത്തോടുകൂടി എളുപ്പത്തിൽ തന്നെ കാണിച്ചു തരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വിഷ്വലി അത് ക്യാച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അല്ലെ. It makes the healthcare professionals able to create a visually engaging presentation to give out the lectures, conduct the workshops, and provide teaching materials to staff members, like students and patients. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്താ ഏബിൾ ടു ക്രിയേറ്റ് വിഷ്വലി അല്ലെ അവിടെ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് അല്ലെ പ്രസന്റ് ചെയ്യാനായിട്ട് നല്ല കാര്യങ്ങൾ വിഷ്വലി നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് ഇത് എന്നുള്ളത്. ലെക്ചേഴ്സ് ആൻഡ് കണ്ടക്ട് വർക്ക്ഷോപ്പ് തീർച്ചയായിട്ടും നമുക്കറിയാം എന്തെങ്കിലും പ്രാക്ടീസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ പ്രദാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലെക്ചർ വന്ന് ക്ലാസ് ഒക്കെ എടുക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും എന്താ ഈ ഒരു അല്ലെ ഈ ഒരു പവർ പോയിന്റിന്റെ സോഫ്റ്റ്വെയറിന്റെ യൂസേജ് ആണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ക്ലിനിക്കൽ പ്രസന്റേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രത്യേകമായിട്ട് വരുന്നത് ആണ് ക്ലിനിക്കൽ പ്രസന്റേഷൻ അല്ലെ. PowerPoint is generally employed for clinical presentations, conferences and round in hospitals. ഓക്കെ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഇത് മൊത്തത്തിൽ നമ്മൾ ചുറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അവിടെ തീർച്ചയായിട്ടും എന്താണ് ഫിസിഷ്യൻസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഒക്കെ അല്ലെങ്കിൽ നമുക്ക് ഗവേഷണ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത് എന്തിന്റെ ബേസിലാണ് നമ്മുടെ PowerPointന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. വീണ്ടും എന്താണ് clinical outcomes to their workers, engaging knowledge sharing and professional advancement. ഓക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം അറിവ് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ പ്രൊഫഷൻ തൊഴിൽപരമായിട്ടും ഒരു വികസനം ഇതുകൊണ്ട് സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഓക്കെ നമുക്ക് ഓക്കെ സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? നമുക്ക് 2 പോയിന്റും കൂടി ഉള്ളൂ ഇല്ലേ വായിച്ചു നോക്കാട്ടോ. എന്താണ് നമ്മൾ ആദ്യം കണ്ടത് ഒക്കെയാണ് ക്ലിനിക്കൽ പ്രസന്റേഷൻ അല്ലെ. നെക്സ്റ്റ് നോക്കാം മാനേജിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻസ്. ഇതാണ് മാനേജിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അതായത് പവർ പോയിന്റ് നമ്മൾ പറഞ്ഞു ക്ലിനിക്കൽ പ്രസന്റേഷൻ അല്ലെ. അവിടെ നമ്മളെ മെഡിക്കൽ സ്റ്റുഡൻസിനെല്ലാം ഇത് അല്ലെ അവർക്ക് കറക്റ്റ് ആയിട്ട് അല്ലെ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലെക്ചർ സൈഡിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രസന്റ് ചെയ്ത് അവതരിപ്പിക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ക്ലിനിക്കൽ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ PowerPoint generally employed for clinical presentations, conference, rounds in hospitals, physicians and healthcare professionals use it to display research findings, case studies, treatment protocols and clinical outcomes to their workers, encourage knowledge sharing and professional advancement. Okay, നമുക്കറിയാം കോവർക്കേഴ്സിനെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും അവർക്ക് ഒരു സർജറി ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു സർജറി ഇത്തിരി സങ്കീർണമായിട്ടുള്ള ഒരു സർജറി നടത്തുകയാണെങ്കിൽ
തീർച്ചയായിട്ടും അതിന്റെ ഹെഡ് അല്ലെ ഡോക്ടേഴ്സ് തന്നെയായിരിക്കും ഹെഡ്. അപ്പൊ അവര് തീർച്ചയായിട്ടും നമ്മളിത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നതായിരിക്കും അല്ലെ. അവിടെ ആ ഒരു തിയേറ്റർ കയറാൻ പോകുന്ന വ്യക്തികൾക്കൊക്കെ ആ ഒരു അല്ലെ പിക്ചർ കൃത്യമായിട്ട് തന്നെ നേരത്തെ കൂട്ടിയിട്ട് അറേഞ്ച് ചെയ്ത് അല്ലെ ഇങ്ങനെ പറയും നമ്മൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്, അടുത്ത സ്റ്റെപ്പ് ഇന്ന കാര്യങ്ങൾ. അപ്പൊ രോഗിക്ക് ഒരുപാട് ബ്ലീഡിംഗ് ഒന്നും ഇല്ലാതെ തന്നെ അത് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് അല്ലെ നമ്മളിപ്പോ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് ഓർഗനൊക്കെ നമ്മളൊന്ന് മാറ്റി സ്ഥാപിക്കുന്നൊക്കെ ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യും. ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോഴൊക്കെ അവിടെ നമുക്കറിയാം വിഷ്വലി അത് ഫീൽ ചെയ്യുന്ന രീതിയിൽ സഹപ്രവർത്തകരുടെ ഇടയിലൊക്കെ നിന്നിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഈ കേസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഗവേഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതിനും എല്ലാം തന്നെ കോവർക്കേഴ്സിനോടൊപ്പം തന്നെ അത് ഒന്നിച്ചിരുന്ന് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് ക്ലിനിക്കൽ പ്രസന്റേഷൻ ആണ്. പിന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മാനേജിങ് ആൻഡ് ഓക്കെ ക്ലിയർ ആണോ? ചെറിയൊരു വോയിസിലൊരു ട്രബിൾ വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ക്ലിയർ ആണ്. നെക്സ്റ്റ് നോക്കാം managing and administrative presentations. So the hospital administrators use it for vast meetings, departmental meetings, and strategy planning sessions. It assists in visualizing data, presentation reports, and communicating organization goals and policies in an effective manner. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എന്താണ് മാനേജീരിയൽ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പേഡ് പ്രോസസ്സിംഗ് ഉള്ളപ്പോ അതിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവര് ഇവിടെ വിഷ്വലി നമുക്കൊരു മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ അല്ലെ പെട്ടെന്ന് ഒരു അർജൻസി കേസുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ വിഷ്വലി മാർക്ക് ചെയ്തിട്ടല്ലേ മനസ്സിലാക്കി കൊടുത്തൊക്കെ ആയിരിക്കും അവിടെ മീറ്റിംഗ്സ് ഒക്കെ കൈകാര്യം ചെയ്തത്. അതേമാതിരി തന്നെ തന്ത്രപരമായിട്ടുള്ള പ്ലാനിങ് സെഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടും എന്നൊക്കെ കൃത്യമായിട്ട് ഇൻവോൾവ് ചെയ്ത് അല്ലെ അതിന്റെ ആ ഓഡിയോയിലോ അല്ലെങ്കിൽ വീഡിയോ ഫീലിംഗ് വരുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടായിരിക്കും അത്തരത്തിലുള്ള കോൺഫറൻസ്. ചിലപ്പോൾ ആണെങ്കിൽ നമുക്കറിയാം എന്താണ് പല പല അടുത്തു നിന്ന് വ്യക്തികളൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ടാവും അല്ലെ. അപ്പൊ അവരൊക്കെ ആയിട്ട് സംവാദത്തിലൊക്കെ ഏർപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും വിഷ്വലി നമുക്ക് അവരുടേതായിട്ടുള്ള ഓഡിയോ ക്ലിപ്സുകളൊക്കെ നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. സോ അത്തരത്തിലുള്ള മീറ്റിങ്ങുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും എന്താണ് പവർ പോയിന്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഒക്കെ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.